അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഒരു ഓർഗനൈസിങ് വ്ളോഗാണ്. അപ്പോൾ ഈ ഷെൽഫ് ആരുടെ എന്ന് വെച്ചാൽ എൻ്റേതല്ല, എൻ്റെ ഇത്താത്തൻ്റെയാണ്. അപ്പോൾ ഞാൻ സ്നേഹം കൊണ്ട് ഇതൊക്കെ ക്ലീൻ ആക്കുന്നതാണെന്ന് വെച്ചാൽ തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ഇതൊക്കെ അലങ്കോലാക്കി വെച്ചത് ഞാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അലങ്കോലാക്കിയത് ഞാൻ തന്നെ ക്ലീൻ ആക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്താത്ത നാട്ടിലില്ല, ഇത്താത്ത ഗൾഫിലാണ്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഓരോ റീൽസിന് വേണ്ടിയിട്ട് ഞാൻ ഇത്താത്തൻ്റെ ഡ്രസ്സാണ് എടുക്കാറ്. രണ്ട് ഇത്താത്തൻ്റെ ഡ്രസ്സും ഞാനാണ് എടുക്കാറ്. ഇതിപ്പോൾ കുറച്ച് ഡ്രസ്സുള്ളൂ, ബാക്കി മുഴുവൻ ഡ്രസ്സും അവർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ അലങ്കോലാക്കിയതല്ല, ഞാൻ ഇതിന്ന് 2-3 ഡ്രസ്സേ റീൽസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി മുഴുവൻ അവർ പോകാൻ നേരം ഇങ്ങനെ പെട്ടി കിട്ടുമ്പോൾ ഡ്രസ്സ് എടുത്ത് വെക്കൂലേ, അങ്ങനെ കൊളാക്കി വെച്ചതാണ്. ഇത്താത്തൻ്റെയും അങ്ങനെ ഇത്താത്തൻ്റെ മക്കളതും എല്ലാം അലങ്കോലായിട്ടാണ് ഉണ്ടായത്. ഞാൻ കൊളാക്കിയത് മാത്രം ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച്, പിന്നെ താഴെ കണ്ടിട്ട് എനിക്ക് സമാധാനമില്ല. പിന്നെ ഞാൻ രണ്ടാളതും കൂടി ക്ലീൻ ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് മടക്കി വെക്കുന്നതിനെ ഇനി ഞാൻ ഏതെങ്കിലും ഇടാൻ ബാക്കിയുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി വെക്കുന്നുണ്ട്. ഇനി എനിക്ക് അടുത്ത റീൽസിന് അല്ലെങ്കിൽ ഫംഗ്ഷനോ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മേളിൽ നിന്ന് കാണുന്നത് മാത്രം അങ്ങനെ ഉപയോഗിക്കാറുള്ളൂ, അല്ലാണ്ട് അടിയിൽ നിന്നൊന്നും ഇങ്ങനെ വലിച്ചെടുക്കാറില്ല. അപ്പോൾ നമ്മൾ മടക്കി വെക്കൽ പ്രോസസ്സൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഡ്രസ്സൊക്കെ നല്ലപോലെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആകെ ക്ഷീണിച്ച് പോയി ഗായ്സ്. ഇനി അടുത്ത ഷെൽഫ് ഞാൻ നോക്കുന്നേ ഇല്ല, നോക്കിയെങ്കിൽ അതും കൂടി പിന്നെ ഞാൻ ക്ലീൻ ആക്കി വെക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്യാണ്ട് വെക്കാം. അപ്പോൾ ഈ ഒരു ക്ലീനിങ് പ്രോസസ്സ്, ഓർഗനൈസിങ് പ്രോസസ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റ, ബൈ ബൈ.